വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര്. കേരളത്തിന്റെ സ്വന്തം ഇ-കൊമേഴ്സ് ബ്രാൻഡായ കാപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ്, ഹോം ഡെക്കോർ ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്തു നിന്നും. ഹൈ ക്വാളിറ്റി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്നു. തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൗണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കാപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ്, റിംഗ് റോഡ്, തിരൂർ. കേരളാസ് ബെസ്റ്റ് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ബഹുമാനായുള്ള അധ്യക്ഷ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റു മുഴുവൻ നേതാക്കൾ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, പ്രിയ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, UDF സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, അവർക്കും സാദര നമസ്കാരം. തവനൂർ നിയോജകമണ്ഡലം നേരിട്ടുകൊണ്ടിരിക്കുന്ന വികസന പ്രതിസന്ധികൾക്കെതിരെ തവനൂരിലെ UDF നടത്തുന്ന ഈ ബഹുജന പ്രക്ഷോഭം, അതിൻ്റെ ഒരു സെക്ഷനാണ് ഇന്ന് ഇവിടുന്ന് പ്രയാണം ആരംഭിക്കുന്നത്. മറ്റൊരു പ്രചരണ ജാഥ അപ്പുറത്തുനിന്ന് ബഹുമാനായിട്ടുള്ള PK ഫിറോസിൻ്റെ നേതൃത്വത്തിൽ ഏതാനും നിമിഷങ്ങൾക്കും തുടങ്ങാൻ പോവുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം വികസന സാധ്യതയുണ്ടായിരുന്ന ഒരു നിയോജകമണ്ഡലമാണ് കഴിഞ്ഞ 10 വർഷമായി തവനൂർ എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ ഭാഗമായിരുന്ന, സർക്കാരിൽ നിർണായകമായ സ്വാധീനമുണ്ടായിരുന്ന തവനൂരിൻ്റെ ജനപ്രതിനിധി പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം തവനൂരിനോട് കാണിച്ചിട്ടുള്ള അനീതിക്കെതിരായി കൂടിയുള്ളൊരു സമരപ്രക്ഷോഭമാണ് ഇവിടുന്ന് ആരംഭിക്കുന്നത്. ഞാനിങ്ങോട്ട് കടന്നു വരുമ്പോൾ ഇവിടെയുള്ള നമ്മുടെ നേതാക്കന്മാരുമായിട്ടും സാധാരണക്കാരുമായിട്ടൊക്കെ സംസാരിച്ചു. കൂട്ടായിലെ പാലത്തിൻ്റെ അവസ്ഥ അവർ പറഞ്ഞു, വ്യാപാരികളടക്കമുള്ളവർ പറഞ്ഞു. കഴിഞ്ഞ 1 വർഷക്കാലത്തിലധികമായി അടച്ചിട്ടിരിക്കുന്ന കൂട്ടായി പാലം, അത് കാരണം ഇവിടുത്തെ വ്യാപാരി സമൂഹം, ഇവിടുത്തെ വിദ്യാർത്ഥികൾ, ഇവിടെ ചികിത്സാ സൗകര്യം ആവശ്യമുള്ളവർ, ഒരു പ്രദേശത്തെ മുഴുവൻ ഒരു ദ്വീപ് പോലെ ഒറ്റപ്പെടുത്തി 1 വർഷം കഴിഞ്ഞിട്ടും ബദൽ മാർഗം ഒരുക്കുമെന്ന് വാക്ക് പറഞ്ഞ MLAയോ ഇവിടുത്തെ സംസ്ഥാന സർക്കാരോ അത് ഏർപ്പെടുത്താൻ തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യം. വയനാട്ടിൽ ചെയ്തതുപോലെ, അല്ലെങ്കിൽ ശബരിമലയിൽ ചെയ്തതുപോലെ, പണ്ട് MC റോഡിൽ ഒരു പാലം തകർന്നപ്പോൾ ചെയ്തതുപോലെ സൈന്യത്തിന്റെ സഹായം ഉപയോഗിച്ചുകൊണ്ട് ബെയിലി പാലം എന്ന താൽക്കാലിക പാലം നിർമ്മിക്കാവുന്നതേ ഉള്ളൂ. ഇത്തരം സാഹചര്യങ്ങളിൽ സാധാരണ ഗവൺമെന്റുകൾ ചെയ്യാറുള്ളത് അതാണ്. പക്ഷെ എന്തുകൊണ്ടോ മംഗലത്തുകാരോട് കടുത്ത അനീതിയാണ് ഇവിടുത്തെ ജനപ്രതിനിധി കാണിച്ചെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള, അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കെതിരായിട്ടുള്ള, അദ്ദേഹത്തിന്റെ ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള തവനൂർ നിയോജകമണ്ഡലത്തെ, വിശിഷ്യ മംഗലത്തെ ഒറ്റപ്പെടുത്തുകയും മംഗലത്തെ ജനങ്ങളെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന ജനപ്രതിനിധിയുടെ, ബഹുമാനപ്പെട്ട തവനൂർ MLAയുടെ നിലപാടുകൾക്കെതിരായി അത് തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് UDFന്റെ ഈ സമരം നടക്കുന്നത്. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും തീർച്ചയായിട്ടും ചമ്രവട്ടത്തിന്റെ കാര്യം കൂടിയുണ്ട്. ചമ്രവട്ടം പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അഴിമതികൾ, ആ അഴിമതി എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റായി വരേണ്ട ആ പ്രൊജക്റ്റിൽ നടന്നിട്ടുള്ള അഴിമതികൾ, പലപ്പോഴും പെയിന്റ് അടിക്കലും അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളൊക്കെ ഇന്ന് എനിക്ക് തോന്നുന്നത് സർക്കാരിന്റെ തന്നെ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കൃത്യമായിട്ട് അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഈ അഴിമതിയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ തവനൂരിലെ ജനപ്രതിനിധി ഉൾപ്പെടെയുള്ളവർ മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടാകും. അതിന്റെ വിശദാംശങ്ങളൊക്കെ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ UDF പുറത്തുവിടുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഏറ്റവും കുതിപ്പുണ്ടാകേണ്ടിയിരുന്ന സർക്കാരിന്റെ ഭാഗമായ ജനപ്രതിനിധിയും മന്ത്രിയും ഉണ്ടായിരുന്ന തവനൂർ, എന്നാൽ കേരളത്തിൽ മറ്റെവിടെയും ഇല്ലാത്തതുപോലെ 10 വർഷക്കാലം ഏറ്റവും പുറകോട്ട് പോയ സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷത്താണ് ഞങ്ങളുടെ പെരിന്തൽമണ്ണയിലെ MLA ഉള്ളത്, നജീബ് പ്രതിപക്ഷത്താണുള്ളത്. പക്ഷേ നജീബ് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് പെരിന്തൽമണ്ണയിൽ നടത്തിയിട്ടുള്ളത് അസൂയാവഹമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ടിനാണ് കഴിഞ്ഞ തവണ അവിടെ പ്രിയപ്പെട്ട നജീബ് കാന്തപുരം വിജയിച്ചെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഇനി ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന MLA ആയിട്ട് നജീബ് മാറും. അതുപോലെയുള്ള പ്രവർത്തനം നടത്തുന്നു. പക്ഷെ എന്തുകൊണ്ടോ തവനൂരിന്റെ MLA കുറച്ച് ദിവസമായിട്ട് വല്ലാത്ത വിരക്തിയാണ്. ഈ ഡിവോഴ്സ് ആകാൻ പോകുമ്പോൾ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് അല്ലെങ്കിൽ ദമ്പതിമാരിൽ പരസ്പരം ഒരു വിരക്തി ഉണ്ടാവും. അവരിങ്ങനെ മാറിക്കിടക്കുമല്ലോ കുറച്ചു കാലമൊക്കെ. അപ്പൊ അതുപോലെയൊരു അവസ്ഥയാണ് ഇവിടെ തവനൂരിന്റെ ജനപ്രതിനിധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു 3-4 കൊല്ലം ഈ ഡിവോഴ്സ് പ്രഖ്യാപിച്ചതാണ്.
ഇപ്പൊ ഡിവോഴ്സിന്റെ പക്കത്തെത്തി ജനങ്ങൾ ഡിവോഴ്സ് പെറ്റീഷൻ അനുവദിച്ചുകൊണ്ട് 6 മാസം കഴിഞ്ഞാൽ ഒപ്പിടുമെന്ന് ഉറപ്പായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവസാന നിമിഷം ഒരു മനംമാറ്റം വന്ന് വീണ്ടും വരണോ എന്ന ചിന്തയും കൂടി അദ്ദേഹത്തിനുണ്ടോ എന്ന കാര്യം സംശയമുണ്ട്. പക്ഷെ ഇനി വീണ്ടും വന്നിട്ടും കാര്യമൊന്നുമില്ല. കാരണം തവനൂരിലെ ജനങ്ങൾ ഒരു കാര്യം നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. 10 വർഷക്കാലം ഈ മണ്ഡലത്തെ അനാഥമാക്കിയിട്ടുള്ള അവരുടെ ജനപ്രതിനിധിക്ക് കൃത്യമായിട്ടുള്ള പാഠം അവർ പഠിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട UDF സഹപ്രവർത്തകരെയും അഭിവാദ്യങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് UDF. മുന്നിൽ നിൽക്കേണ്ടത് അതിന് തൊട്ട് പിന്നായിക്കൊണ്ട് ആദ്യം പ്രവർത്തനം ഇറക്കേണ്ടതാണ്. പുരുഷോത്തമ മാഷ് ശില്പിയാവജി അടുത്ത സമയത്ത് ഇവിടെ എത്തും. അദ്ദേഹം പതാക കൈമാറുന്നതോടുകൂടി നമ്മുടെ ഐതിഹാസികമായ പ്രയാണം ആരംഭിക്കുന്നതായിരിക്കും. അഴിമതി മണ്ഡലത്തിലെ റോഡുകളെല്ലാം തോടുകളാക്കി മാറ്റി കഴിഞ്ഞ 15 വർഷക്കാലം തവനൂരിനെ പിന്നോട്ട് നയിച്ച വൈസ് പ്രസിഡന്റ് പൈലറ്റ് വാഹനം SSLC +2 കഴിഞ്ഞു, ഇനി എന്ത്? നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ്സായി പറയുന്നേ, ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു. 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിപ്സ.